ഏതൊരു ഭീകരന്റെ ഉള്ളിലും ഒരു കലാകാരനുണ്ടെന്നൊക്കെ പറയാറില്ലേ? അത്തരമൊരു സംഭവമായിരുന്നു കൊല്ലപ്പെട്ട ഭീകരവാദിയായ ഒസാമ ബിൻ ലാദന്റെ കമ്പ്യൂട്ടറുകളിൽ നിന്നും ഹിന്ദി ഗാനങ്ങൾ കണ്ടെത്തിയപ്പോൾ തോന്നിയതും. ഒസാമ ബിൻ ലാദന്റെ വസതിയിൽ CIA നടത്തിയ പരിശോധനയ്ക്കിടെ തന്റെ ഗാനങ്ങളുടേതുൾപ്പെടെയുള്ള ശേഖരം കണ്ടെത്തിയതിൽ പ്രതികരിക്കുകയാണ് ബോളിവുഡ് ഗായിക അൽക്ക യാഗ്നിക്. ബിൻ ലാദന്റെ ഒളിയിടമായിരുന്ന അബോട്ടാബാദിലെ രഹസ്യ സംഗീതത്തിൽ 2011 CIA നടത്തിയ പരിശോധനയ്ക്കിടെയാണ് കമ്പ്യൂട്ടറുകളിൽ അൽക്ക യാഗ്നിക്, ഉദിത് നാരായൺ, കുമാർ സാനു തുടങ്ങിയ ബോളിവുഡ് ഗായകർ ആലപിച്ച ഗാനങ്ങളുടെ ശേഖരം കണ്ടെത്തുന്നത്. ഇത് എന്റെ തെറ്റാണോ എന്ന ചോദ്യമാണ് അൽക്ക യാഗ്നിക് ഒരു അഭിമുഖത്തിലൂടെ ചോദിക്കുന്നത്. ഒസാമ ബിൻ ലാദൻ ആരാകട്ടെ, അയാൾ എങ്ങനെയുള്ള ആളുമാകട്ടെ, എന്നാൽ പക്ഷെ അദ്ദേഹത്തിനുള്ളിൽ ഒരു ചെറിയ കലാകാരൻ ഉണ്ടായിരുന്നിരിക്കും. പാട്ടുകൾ ഇഷ്ടപ്പെട്ടിരുന്നുവെങ്കിൽ അത് നല്ലതല്ലേ എന്നും അൽക്ക യാഗ്നിക് പറയുന്നുണ്ട്. അനുരഞ്ജനമായുള്ള അഭിമുഖത്തിനിടെയായിരുന്നു അൽക്കയുടെ പ്രതികരണം. അതേസമയം സൽമാൻ ഖാനും മാധുരി ദീക്ഷിത്തും മുഖ്യവേഷങ്ങളിലെത്തിയ ദിൽ തേര ആഷിഖ് എന്ന ചിത്രത്തിന്റെ ടൈറ്റിൽ ട്രാക്ക് അജയ് ദേവ്ഗണും കജോളും അഭിനയിച്ച പ്യാർ തോ ഹോനാ ഹി താ എന്ന സിനിമയിലെ അജ്നബി മുജ്കോ ഇത്നാ ബദാ, ജാനെ തമന്ന എന്ന ചിത്രത്തിലെ തു ചാന്ദ് ഹേ പൂനം കാ തുടങ്ങിയ ഗാനങ്ങളായിരുന്നു ലാദന്റെ ലാപ്ടോപ്പിൽ നിന്നും അന്ന് കണ്ടെത്തിയിരുന്നത്.